प्राणवादीं स्वर्गायोपादधामि भास्वादीं अग्निर्ज्योतिर्ज्योतिरग्निस्वाहा दीपमहालक्ष्मी नमः सर्वो നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂജ നടന്നിരുന്നു കേട്ടോ. പൂജ എന്ന് വെച്ചാൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു രുദ്രപൂജയാണ് ചെയ്തത്. ആ രുദ്രപൂജ വളരെ മഹത്തരമായിട്ടുള്ളൊരു പൂജയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ നടന്ന ഈ രുദ്രപൂജയിലേക്ക് നിങ്ങളെ കൂടി ക്ഷണിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് അത് കാണാമല്ലോ. ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്ന് ഷെയർ ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലത്തെ രുദ്രാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഓക്കെ. വൈദിക് ധർമ്മ സംസ്ഥാനത്തിന്റെ രുദ്രാഭിഷേകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് സ്വാമിജി വന്നിട്ടുണ്ട്, ഒപ്പം നമ്മളുടെ പണ്ഡിറ്റ്സ് വന്നിട്ടുണ്ട്,
ഒപ്പം തന്നെ നമ്മളുടെ PDSന്റെ റീജിയണൽ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സാർ വന്നിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട VDSന്റെ തന്നെ കോർഡിനേറ്റർ ആയിട്ടുള്ള രവി സാറും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ പൂജയിലേക്ക് സ്വാഗതം. ഈ പൂജയെക്കുറിച്ച് കൂടുതൽ രണ്ടു വാക്ക് പറയാനായിട്ട് രവി സാറിനെ ക്ഷണിക്കുന്നു. ജയ് ഗുരുദേവ്. എന്താണ് പൂജ, പൂജയിലിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മഹത്വം എന്താണെന്നൊക്കെ സ്വാമിജി നമ്മളോട് സംസാരിക്കും. അതിനുള്ള അറിവുകളൊക്കെ ഒന്ന് തരാം. ഇന്ന് ആദ്യമായിട്ട് പൂജയെ പറ്റി വിശദമായിട്ട് സംസാരിക്കാം. പൂജ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഈ പൂജയിൽ ഇരിക്കാനായിട്ട്. നമ്മുടെ ആശ്രമത്തിൽ നിന്ന് സ്വാമി തേജോമയ, അദ്ദേഹം മലയാളിയാണ്, ബാംഗ്ലൂർ ആശ്രമത്തിലാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിയിൽ ഒരു ജ്ഞാനക്ഷേത്രത്തിൻ്റെ ചാർജാണ് കുറച്ച് കാലത്തേക്ക്. അതോടൊപ്പം പൂന ആശ്രമത്തിൽ നിന്ന് വന്ന് നമ്മളുടെ പണ്ഡിറ്റ് വന്നിട്ടുണ്ട്, പുണ്ടരീക്. അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പൂജയെ പറ്റി പറയുന്നതിനായിട്ട് സ്വാമിജിക്ക് ഞാൻ മൈക്ക് കൈമാറാം. ജയഗുരുദേവ്. अग्निरुजोदिशन्तावायुमतीं प्राणवातीं स्वर्गाग्स्वर्गायोपादधामि भास्वातीम् अग्निर्ज्योतिर्ज्योतिरग्निस्वाहा दीपमहालक्ष्मी नमः। सर्वोपचारपूजार्थे इमानि गन्धाक्षतपत्रपुष्पाणि समर्पयामि, नमस्करोमि। जय गुरुदेव. നമുക്ക് ആദ്യം 3 പ്രാവശ്യം ഓംകാരം ജപിക്കാം. പെട്ടുകൊള്ളുക. അതായത് നമുക്ക് അഭിവൃദ്ധി വേണമല്ലോ മനുഷ്യ ജന്മത്തിൽ. എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും സന്തോഷവും ശാന്തിയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? യജ്ഞം ചെയ്തിട്ട്. യജ്ഞം എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ പൂജ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് പൂജ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇത്രയും ആളുകൾ ഒരു പൂജയുടെ മധ്യത്തിലിരിക്കുമ്പോൾ അതിനെന്ത് പറയും? യജ്ഞം. രുദ്രപൂജ, യജ്ഞം. നമ്മളിന്ന് അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പ്രജാപതി എന്താ പറഞ്ഞത്? യജ്ഞം യഥാവിധി ചെയ്തിട്ട് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുക. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് ദേവാൻ ഭാവയതാനേന. ഒന്ന് ചൊല്ലു. ദേവാൻ ഭാവയതാനേന. അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങൾ ദേവന്മാരെ യഥാവിധി യജ്ഞത്തിലൂടെ സന്തോഷിപ്പിക്കുക. യഥ എന്ന് വെച്ചാൽ യജ്ഞം, ഭാവ എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക. ദേവന്മാരെ എന്തിനാ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം? ഈശ്വരൻ ഇത് ഈ ലോകത്തെ ഈ ബ്രഹ്മ സൃഷ്ടിച്ചുവെങ്കിലും ദേവതകളാണ് ഇതിനിങ്ങനെ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്നത്. യഥാവിധി മഞ്ഞുണ്ടാകുന്നു, മഴയുണ്ടാകുന്നു, വേനൽ, വസന്തം, ഗ്രീഷ്മം, ശരത്ത്, പലതരത്തിലുള്ള കാലാവസ്ഥകൾ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ധരിക്കാനുള്ള വസ്ത്രം, ഇവിടെ എല്ലാ വ്യവസ്ഥിതികളും ദേവന്റെ അനുഗ്രഹമാണ്. അപ്പം അങ്ങനെയുള്ള ആ ദേവൻ നമുക്കിപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം തന്നതിനാണ് നമ്മൾ നൈവേദ്യം വെക്കുന്നത്. പ്രകാശം തന്നതിനാണ് നമ്മൾ ദീപം കത്തിക്കുന്നത്. ഗന്ധം അല്ലെ ആ സുഗന്ധം തന്നതിനാണ് നമ്മൾ ചന്ദനത്തിരി, ധൂപം ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ദൈവിക ശക്തിയുടെ മുമ്പിൽ വെച്ചത് എന്തിനാണ്? നമുക്ക് എന്തെല്ലാം ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ എല്ലാത്തിനും നന്ദി സൂചകമായിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. പൂജ എന്ന് വെച്ചാൽ അർത്ഥം പൂർണ്ണതയിൽ നിന്ന് ജനിച്ചത് എന്നാണ്. പൂർണ്ണത ഇതിജായത്തെ പൂജ. അത് പൂർണ്ണതയിൽ നിന്ന് ജനിച്ചതാണ്. അതിന് യാതൊരു തരത്തിലുള്ള അപൂർണതയും നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. ആചാര്യന്മാർ പറയുന്നത് ഈശ്വരൻ സ്വയം ഏർപ്പെടുന്ന ഒരു ക്രീഡയാണ് പൂജ, ഒരു കളിയാണ് പൂജ. അതായത് നമ്മൾ എപ്പോഴാണ് പൂജ, ഹോമ, യാഗ, യജ്ഞ ഇതെല്ലാം ചെയ്യുന്നത്? നമുക്കതിൽ യാതൊരു തരത്തിലുള്ള കർത്തൃത്വവും ഇല്ല. അത് നമ്മുടെ ഉള്ളിലെ ഈശ്വരനാണ് അത് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ സ്വയം ഏർപ്പെടുന്ന ഒരു ക്രീഡയാണ് പൂജ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ അപ്പുറത്തിപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വരനാണ് ഇത് ചെയ്യുകയും കേൾക്കുകയും അറിയുകയെല്ലാം
ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു ക്രീഡയാണ് ഈ പൂജ എന്ന് പറയുന്നത്. ഇപ്പൊ കൃഷ്ണൻ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് തേ ദേവാ ഭാവയന്തവ ചൊല്ലു. അതായത് ആദ്യം നമ്മളിങ്ങനെ ഈ ദേവന്മാരെ പൂജയിലൂടെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഈ ദേവന്മാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? തിരിച്ച് നമ്മളെയും സന്തോഷിപ്പിക്കും. തേ ദേവ എന്ന് വെച്ചാൽ പൂജയിൽ സന്തോഷിച്ച ദേവൻ. ഇങ്ങോട്ട് തന്നതിനെല്ലാം അങ്ങോട്ട് നന്ദി സൂചകമായിട്ട് നമ്മൾ നന്ദി പറയുന്ന സമയത്ത് മന്ത്രോച്ചാരണങ്ങളോടുകൂടി നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ടും ദേവൻ നമ്മളെ സന്തോഷിപ്പിക്കും. ഗണപതി ആണെങ്കിൽ നമ്മുടെ വിഘ്നങ്ങൾ മാറ്റും, അല്ലേ? അറിയില്ലേ? വിഘ്ന നിവാരണം കേട്ടില്ലേ? അതിനാണ് ഭഗവാൻ ഈ ആനയുടെ തലയൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്താണോ തടസ്സം അതൊക്കെ കുത്തിമറിച്ച് ഇടും, തട്ടി നീക്കും. ദേവിയാണെങ്കിൽ നമുക്ക് 3 ഗുണങ്ങളാണ് തരുന്നത്. ഒന്ന് സരസ്വതിയായിട്ട് അറിവും, ലക്ഷ്മിയായിട്ട് ധനവും, പാർവതിയായിട്ട് ശക്തിയും നമുക്ക് തരും. ഗണപതി മോദകപ്രിയനാണ്, കറുകപ്രിയനാണ്. ഇതാണ് ഈ കറുക എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പ്രിയമുള്ള ആളാണ് ഈ ഗണപതി എന്ന് പറയുന്നത്. ദേവി പരിക്രമണ പ്രിയാണ്, അതായത് പ്രദക്ഷിണ പ്രിയ. എത്ര തവണ നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നത് അത്രയും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഗുരുദേവ് പറഞ്ഞിരിക്കുന്നത് അഭിഷേക പ്രിയ അലങ്കാര പ്രിയ വിഷ്ണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുവിന് അലങ്കാരമാണ് ഇഷ്ടം. ഈ പുഷ്പങ്ങൾ എത്ര വെച്ച് പ്രാർത്ഥിക്കുമോ വിഷ്ണുവിന് അത്രയും പ്രിയമാണ്. എന്നാൽ ഭഗവാൻ പരമശിവൻ അങ്ങനെയല്ല. എന്താണ്? ധാര, അഭിഷേക പ്രിയനാണ് പരമശിവൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ പ്രധാനമായിട്ടും 5 മൂർത്തികളെയാണ് പൂജിക്കുന്നത്: ഗണപതി, ദേവി, രുദ്രൻ, വിഷ്ണു, ഗുരു. 5 മൂർത്തികളിൽ ഒന്ന് സൂര്യദേവനും, പിന്നെ ഒന്ന് ഗുരു തത്വവും. അങ്ങനെ 5 ദേവതകളെയും ഗുരു എന്ന് പറയുന്ന തത്വത്തിനെയാണ് നമ്മൾ രുദ്രാഭിഷേകത്തിൽ പൂജിക്കുന്നത്. സൂര്യദേവനെ പൂജിക്കുന്ന സമയത്ത് നമ്മുടെ സോളാർ പ്ലക്സ് നാഭി വികസിക്കും. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ പറയുന്നത്. കൃഷ്ണൻ എന്നിട്ട് പറയാണ് പരസ്പരം ഭാവയന്തവ. അതായത് നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുത്തും. ആദ്യം ദേവനെ പൂജയിലൂടെ തൃപ്തിപ്പെടുത്തും, തിരിച്ച് ദേവൻ നിങ്ങളെയും സന്തോഷിപ്പിക്കും. എന്നിട്ട് പറയാണ് ശ്രേയ പരമവാപ്സ്യത. അതായത് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സും ലഭിക്കും. പരമവാപ്സ്യത, മോക്ഷവും ലഭിക്കും. എന്താണ് ഒരു മനുഷ്യജന്മത്തിൽ നമുക്ക് ആത്യന്തികമായി ലഭിക്കേണ്ടത് അതും സംഭവിക്കും. എന്നിട്ട് കൃഷ്ണൻ പറയാണ് ഇഷ്ടാൻ ഭോഗാൻ ഹിവോദേവ. അതായത് ഇഷ്ടപ്പെട്ട ഭോഗസുഖങ്ങൾ നിങ്ങൾക്ക് തരും ഭഗവാൻ, നിങ്ങൾ യഥാവിധി പൂജ ചെയ്യുന്ന സമയത്ത്. ഇഷ്ടാൻ ഭോഗാൻ, ഭോഗാൻ സുഖ, ഹിവോദേവ, ആ പൂജയിൽ സന്തോഷിച്ച ദേവൻ. ദാസ്യന്തേ യജ്ഞഭാവിത, ദേവൻ നിങ്ങളുടെ ദാസനായിട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലൊരാൾ വന്നിട്ട് ജോലി ചെയ്യാനായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല അങ്ങനെ അവിടെ ഇന്ന് പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയില്ല. അതുപോലെ ഒരു ജോലിക്കാരനോട് നമ്മൾ കൽപ്പിക്കുന്നത് പോലെ നമുക്ക് ദേവന്റെ അടുത്ത് പറയാൻ അത്ര ദാസ്യന്റെ, ദേവൻ നിങ്ങളുടെ ദാസനായിട്ട് മാറും, എല്ലാം ദാനമായിട്ട് തരുമെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത്, പറയട്ടെ? ഓക്കെ. അതായത് ഈ പൂജാതി കാര്യങ്ങൾ, യജ്ഞ, യാഗം, ഹോമം, അതായത് ദൈവം തന്നതെല്ലാം തിരിച്ച് ദൈവത്തിന് നന്ദി സൂചകമായിട്ടുള്ള ആ ഒരു പ്രക്രിയയിൽ ഏർപ്പെടാതെ ഇരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനാണ് കേട്ടോ പറഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന അവർ കള്ളന്മാരാണെന്നാണ്. സ്തേന ഏവ സഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൈർദത്താന പ്രദായോ, അതായത് യഥാവിധി യാഗയജ്ഞ ഹോമ പൂജാദികൾ ചെയ്യാതെ എല്ലാം നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന ധനം കൊണ്ടെല്ലാം നമ്മൾ തന്നെ ആഹരിക്കുകയാണെങ്കിൽ സ്തേന ഏവ. സ്തേന എന്ന് വെച്ചാൽ കള്ളൻ, അവൻ കള്ളനാണ്. കൃഷ്ണൻ തന്നെ മഹാകള്ളനാണ്. കൃഷ്ണന് കൊടുക്കാതെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിലും വലിയ കള്ളനായിട്ട് മാറുമെന്നാണ് പറയുന്നത്. യജ്ഞശിഷ്ട ശിനസന്തോ ഉച്ചന്തേ സർവകിൽപിഷൈ ഭുഞ്ചതേ ത്വേ ത്വകം പാപ ഏ പചന്ത്യാത്മകാരണാത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മഹാപാപം ബാധിക്കുമെന്നും ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. അതായത് യജ്ഞശിഷ്ടം, ഇപ്പം നമ്മൾ വെക്കുമ്പോൾ ആദ്യം ഇത് നൈവേദ്യം എന്ന് പറയും. ആ യജ്ഞത്തിന് ശേഷം ഇത് ശിഷ്ടം. ശിഷ്ടം എന്ന് വെച്ചാൽ പ്രസാദം. ആദ്യം നമ്മൾ വെക്കുമ്പോൾ അത് നൈവേദ്യം, പൂജ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രസാദം എന്ന് പറയും. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനിരസ്യോപചാരേ. കഴിച്ചു കഴിഞ്ഞാൽ
നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ എന്താണോ പുഷ്പങ്ങൾ എല്ലാവർക്കും തരും, പഴം തരും. അതായത് നിങ്ങൾ ആ പുഷ്പം കൈകളിൽ സ്വീകരിക്കുന്ന സമയത്ത് ആ പുഷ്പം ഈ മന്ത്രത്തെ സ്വീകരിച്ചിട്ടുണ്ടാകും. ഈ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഫലങ്ങളും ഈ മന്ത്രത്തെ, ഇവിടെ നടന്ന എല്ലാ പൂജയുടെ എല്ലാ ഫലവും ഇവിടെയുള്ള ദ്രവ്യങ്ങളിലാണ് ഉണ്ടാവുക. അത് നിങ്ങൾ കഴുത്തിൽ അണിയുകയും അത് കഴിക്കുകയും ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് പൂജയുടെ യഥാർത്ഥ ഫലം ഉണ്ടാകുന്നത്. ആ നൈവേദ്യം ഇവിടെ ധാര ചെയ്ത ആ പഞ്ചദ്രവ്യങ്ങളും നിങ്ങൾക്ക് നൽകും. ഇത് നിങ്ങൾ ആഹരിക്കുന്ന സമയത്താണ് പൂജയുടെ ഫലം നിങ്ങൾ. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, പ്രസാദേ സർവ്വ ദുഃഖാന ഹാനിരസ്യോപചായത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ സകല ദുഃഖത്തിൻ്റെയും നാശം സംഭവിക്കും. പ്രസന്ന ചെയ്തു സൗഖ്യാശു, നിങ്ങൾ ഭയങ്കര സന്തോഷവാനായിട്ട് മാറും. ഇപ്പം ഇരിക്കുന്ന നിങ്ങളായിരിക്കില്ല പൂജയ്ക്ക് ശേഷം, ഉറപ്പാണ്. അത് പല തവണ തെളിയിക്കപ്പെട്ടതാണ്. ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ മാറും. ബുദ്ധി പര്യവധിഷ്ഠത, ഇല്ലാത്ത ബുദ്ധി വരും നമുക്ക്. ഇപ്പം എങ്ങനെയാണോ ബുദ്ധി ഉണ്ടാകുന്നത്, പക്ഷെ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ പൂർണ്ണ അധികാരിയായിട്ട് മാറണം. ഗുരു ഈ ഒരു പൂജ ലോകം മുഴുവൻ ഇത് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ വർഷത്തിൽ 400-500 പൂജകളൊക്കെ നടക്കുന്നതാണ്. ഈ പ്രാവശ്യം കുറച്ച് ഒരു ചെറിയൊരു ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണ അധികാരിയായിട്ട് മാറാൻ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ ഈ ഒരു കുടുംബ വഴിയിലുള്ള ആളുകളെല്ലാം ഇതിൻ്റെ അധികാരികളാണ്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ സ്വന്തം വീട്ടിൽ ഇതേപോലെ പൂജകൾ വെക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ അധികാരിയായിട്ട് മാറുന്നത്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ഉണ്ടാകുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ഭാഗികമായിട്ട് ഇതിൻ്റെ അധികാരികളായിരിക്കും. ഇത് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുള്ള അധികാരികളായിട്ട്. കൈവല്യ ഉപനിഷത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ സകല പാപത്തെയും കത്തിച്ച് കളയും ഈ രുദ്രമന്ത്രം. നമ്മളിപ്പോൾ ഇവിടെ ജപിക്കാൻ പോകുന്ന ഈ മന്ത്രം 7 വർഷം ആശ്രമത്തിൽ കറക്റ്റായിട്ട് പഠിച്ച ഒരാളെ മാത്രമേ ഗുരുജി പുറത്തേക്ക് വിടുള്ളൂ. നിങ്ങൾ ഈ മന്ത്രം ജപിക്കാനായിട്ട് വന്ന ഈ പണ്ഡിതന്മാർ 7 വർഷമാണ് അവരുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ആ ഛന്ദസ്, ആ മന്ത്രത്തിന് ഒരു ഛന്ദസ് ഉണ്ട്. അതിൽ ദൈവമഹാത്മ്യത്തിൽ പറയുന്നത് മന്ത്രം ജപിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കൂട്ടാനും കുറക്കാനൊന്നും പാടില്ല. ഒന്നുകിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ രോഗം ഉണ്ടാവുന്നത്. അതിലൊരു ഛന്ദസ് ഉണ്ട്. ആ ഛന്ദസ്സിലാണ് മന്ത്രത്തിൻ്റെ ശക്തി ഇരിക്കുന്നത്. അപ്പോൾ ആ ഛന്ദസ്സിലാണ് ഇവിടെ നമ്മൾ മന്ത്രം ജപിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ പൂജ നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മളും നമ്മുടെ ഗൃഹത്തിൽ ഇതേപോലെ ഒന്ന് അനുഷ്ഠിക്കുന്ന സമയത്ത് 5 ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവ്. ഒന്ന്, നമ്മുടെ കർമ്മദോഷങ്ങൾ മാറും. വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവൃത്തികൾ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ ദോഷങ്ങളും മാറും. ഗ്രഹദോഷം, നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് പൂർവ്വജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ അച്ഛനമ്മമാർ, നമ്മളുടെ നടപടികൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് ആയിരിക്കും. അത് മാറ്റാൻ പറ്റില്ല. അതാണ് ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഒരു രുദ്രാഭിഷേകത്തിൻ്റെ അധികാരിയായിട്ട് മാറുന്ന സമയത്ത് ഇതൊക്കെ അനുകൂലമായിട്ട് വരണമെന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഗ്രഹദോഷങ്ങൾ മാറും, വാസ്തുദോഷവും മാറും. വാസ്തുദോഷം വീട്ടിലുണ്ടെങ്കിൽ വീടുകളിലുള്ള ആളുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പലതരത്തിലുള്ള രോഗ, പീഡ, മനപ്രയാസം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പിതൃദോഷമാണ്. പിതൃദോഷം വെച്ചാൽ നമ്മുടെ ആ ഒരു മൺമറിഞ്ഞു പോയ പിതൃക്കളിൽ എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമ്മൾ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു രുദ്രത്തിൻ്റെ അധികാരിയായിട്ട് മാറുന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത എത്രയോ പിതൃക്കൾ ഒരുപക്ഷെ നമ്മുടെ ആ പരമ്പരയിൽ ഉണ്ടാകാം. അവർക്ക് ഒരുപക്ഷെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു സന്യാസിയെ കൊല്ലുന്നത് പോലെയാണ്. ഭയങ്കര പാപമാണെന്നാണ് പറയുന്നത്, ആത്മാവിനെ ഹനിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാപം ചെയ്ത ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. രുദ്രമന്ത്രം ഇതിനെല്ലാം, ഈ പിതൃക്കളെല്ലാം പ്രേതലോകത്തിൽ നിന്ന് പിതൃലോകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൈ ഇങ്ങനെ ഉണ്ടാവുക, ബ്ലസ്സിങ്. എല്ലാ തലമുറകളെയും കുട്ടികളെയും എല്ലാവരെയും അവർ ബ്ലസ് ചെയ്യും. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ തലമുറയിലുള്ള ആളുകളെ ഒന്നും പിടിച്ചാൽ കിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ രുദ്രാഭിഷേകത്തിൽ നടക്കുന്നുണ്ട്. പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ബ്രഹ്മാണ്ടോ വ്യാപ്തദേഹ എന്നാണ് ഗുരുദേവ് പറഞ്ഞിരിക്കുന്നത് ശിവന്റെ ശരീരത്തെക്കുറിച്ച്. ഈ ലോകം മുഴുവനും വ്യാപ്തമായിരിക്കുന്നതാണ് ഈ ഭഗവാൻ പരമശിവന്റെ ശരീരം. അതാണ് ഒരു ചെറിയൊരു ശിവലിംഗത്തിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ അതിൽ ധാര ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും 25 കിലോമീറ്റർ ശുദ്ധീകരണം സംഭവിക്കും. ഈ ഇമോഷണൽ പൊല്യൂഷൻ അത് ക്ലീൻ ആവും. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്നാണ് ഗുരുദേവ് പറഞ്ഞിരിക്കുന്നത്. ഭൗതികം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപീഠകൾ പെട്ടെന്ന് തന്നെ നിശ്ചലമാകും, മാറിക്കിട്ടുന്നതാണ്. ആദിദൈവികം, ദൈവികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനപ്രയാസം മാറും. ഈ പൂജയിൽ ജപിക്കുന്ന മന്ത്രം നമുക്ക് ധ്യാനം ചെയ്യാൻ പര്യാപ്തമാണ്. നമ്മൾ കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ഇവിടെ കാണാനൊന്നുമില്ല,
കാണാൻ നല്ല രസമാണ് പക്ഷേ കാണാനായിട്ട്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ളൊരു സന്തോഷം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ കണ്ണുകൾ അടച്ചു വെച്ച് ആ മന്ത്രത്തെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അഗാധമായി നിങ്ങളുടെ ഉള്ളിലേക്ക് ഉള്ളിലാണ് സന്തോഷമുള്ളത്, അതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഭയങ്കരമായ ഒരു സന്തോഷം ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് രുദ്രാഭിഷേകത്തെ കുറിച്ചിട്ട് പറയാനാണ്. ആദ്യം നമ്മൾ ഗുരുപൂജ ചെയ്യും. ഗുരു പരമ്പരകളെയാണ് നമ്മൾ പൂജിക്കുന്നത്. മൺമറഞ്ഞു പോയ സമാധിയിലേക്ക് ലയിച്ച ഗുരുക്കൾ, ഇപ്പം ഉള്ള ഗുരുക്കന്മാർ, ഇനി വരാൻ പോകുന്ന തലമുറകളെ എല്ലാം ആണ്, വരാൻ പോകുന്ന ഗുരുക്കന്മാരെ എല്ലാമാണ് നമ്മൾ ഗുരു പരമ്പരകളെ ഇവിടെ പൂജിക്കുന്നത്. അതിനുശേഷം നമ്മൾ രുദ്രാഭിഷേകത്തിലേക്ക് കടക്കും. ഗുരുപൂജയിലെ ഒരു മന്ത്രം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പൂജയിലേക്ക് കടക്കാം. ഓക്കെ. യദ്വാരെ നിഖില നിലിംബ പരിഷത് സിദ്ധിം വിദത്തേ നിശം ശ്രീമത് ശ്രീ ലസിതം ജഗത് ഗുരുപദം നത്വാത്മതൃപ്തിം ഗത. അതായത് യദ്വാര എന്ന് വെച്ചാൽ ആരുടെ വാതിൽക്കൽ, നിഖില നിലിംബ പരിഷത്ത് എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരും 33 കോടി ദേവന്മാരും ആരുടെയോ വാതിൽക്കൽ ചെന്ന് നിന്നിട്ടാണ് നമ്മളെ അനുഗ്രഹിക്കാനുള്ള സിദ്ധിം വിദത്തേ നിശം. രാവും പകലും ഐശ്വര്യം കൊണ്ട് വിളങ്ങുന്ന ഈ സിദ്ധികൾ ഒരു ദേവന്മാർക്ക് കിട്ടുന്നത് ജഗത് ഗുരുപദം, ഒരു ഗുരുവിൻ്റെ പാദത്തിനടുത്ത് ചെന്നിരുന്നിട്ടാണ് ദേവന്മാർക്ക് നമ്മളെ ബ്ലസ് ചെയ്യാനുള്ള കഴിവുകൾ കിട്ടുന്നത്. അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ പാദത്തെ നത്വാത്മ നമിച്ചിട്ട് ഞാൻ ആത്മതൃപ്തിംഗത, ആത്മഗതി പ്രാപിക്കുന്നു എന്നാണ് ആ പൂജയിലെ മന്ത്രത്തിൽ പറഞ്ഞത്. എല്ലാം പറയാൻ പാടില്ലെന്നാണ് ഇവിടെ ഒന്ന് പറഞ്ഞത്. നമുക്ക് ഒന്നും കൂടെ ഓംകാരം ജപിച്ചിട്ട് പൂജയിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. जय शिव शंभो, जय 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 जय शिव शंभो. Shambho,
Bola,
श्रीनाथ श्री जगन्नाथ मद्गुरु श्री जगद्गुरु मदात्मा सर्वभूतात्मा तस्मै श्री गुरवे नमः। श्री गुरुपादुकाभ्यां नमो नमः। महामंगलनीराजनं दर्शयामि। അപ്പോൾ ഈ പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇത് കണ്ട എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കേ.